നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 152ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കണ്ണുനീർ തുള്ളിയെ പറ്റിയാണ്. കണ്ണുനീർ തുള്ളി ശരിക്കും പണ്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു ഇതായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എല്ലാ ആളുകളും കൂടുതലും കരയുന്നത് സ്ത്രീകളാണെന്നുള്ള ഒരു സങ്കല്പത്തിലാണ് കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്ന് ശാസ്ത്രീയമായിട്ടും പുരാണങ്ങൾ ബൈബിളിലും വിശുദ്ധ ഖുർആനിലും ഒക്കെ എന്താണ് പറയുന്നതെന്നും കൂടെ ഞാനൊന്ന് പറയാം. ആദ്യമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പറയാം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കരയുകയാണെങ്കിൽ, അതാണായാലും പെണ്ണായാലും, നമ്മുടെ സമയം മോശപ്പെട്ട സമയത്ത് കരയണം എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അങ്ങനെയുള്ള ആ കണ്ണുനീര് ദൈവത്തിൻ്റെ അടുത്ത് വരെ ചെല്ലുമെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ അടുത്ത് വരെ ചെല്ലും. മാത്രമല്ല, നമുക്ക് വേണ്ടി അത് സംസാരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം അത് ശ്രദ്ധിക്കാറുണ്ട് എന്നാണ് ബൈബിൾ പറയുന്നത്. പിന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ദി ടീയേഴ്സ് ക്ലീൻസസ് ദി സോൾ ഓഫ് സോറോ, പ്രഷർ ആൻഡ് സിൻസ് എന്ന്. അതായത് നമ്മുടെ ആ കണ്ണുനീര് നമ്മുടെ സങ്കടം, നമ്മുടെ പ്രഷർ, അതായത് നമ്മുടെ ഓരോ സ്ട്രെസ്സും ഒക്കെ ഉണ്ടല്ലോ, അത് പാപങ്ങൾ എല്ലാം ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ ക്ലിയർ ആക്കും എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിൽ നിന്ന് അതൊക്കെ മാറ്റിക്കളയുമെന്നാണ് വിശുദ്ധ ഖുർആനും പറയുന്നത്. പിന്നെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, ഒരു കരയുന്ന കണ്ണുകൾ എപ്പോഴും അവരെ പ്രത്യേകം ശ്രദ്ധിക്കും. അവരെ ഒരിക്കലും പണിഷ് ചെയ്യത്തില്ല, അതായത് അവരെ ഒരിക്കലും ശിക്ഷിക്കത്തില്ലെന്നാണ് പറയുന്നത്. അവരെ ഈ നമ്മൾ നരകത്തിലോ അല്ലെങ്കിൽ സ്വർഗത്തിലോ ഒക്കെ പോകുന്ന വഴിക്കൊക്കെ ഇത് കാണുമെന്നാണല്ലോ പറയുന്നത്, ഫയർ, അതായത് ആ തീ പോലും നമ്മളെ ഒന്നും ചെയ്യത്തില്ലെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഖുർആനിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഹൃദയത്തിനെ ഈ കണ്ണുനീർ ഇലൂമിനേറ്റ് ചെയ്ത് പ്രകാശിപ്പിക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, അത് നമുക്ക് ഭാവിയിൽ വലിയ നന്മകൾ കൊണ്ടുവരുമെന്നും പറയുന്നുണ്ട്. പിന്നെ ഹിന്ദു മിഥോളജി പറയുന്നത്, ശ്രീ പരമേശ്വരൻ്റെ കണ്ണുനീരാണ് ഈ രുദ്രാക്ഷ വൃക്ഷമായിട്ട് മാറിയതും, പിന്നെ അതിൽ നിന്ന് രുദ്രാക്ഷം വന്നതും, രുദ്രാക്ഷ മണികളും ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടായത് ശ്രീ പരമേശ്വരൻ്റെ കണ്ണുനീരാണെന്നാണ് ഹിന്ദു മിഥോളജി പറയുന്നത്. അതുപോലെ നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ കണ്ണുനീർ വന്നാൽ അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് നമ്മൾ അതിനെ കരുതണമെന്നാണ് പറയുന്നത്. അങ്ങനെ പുരാണങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല, കണ്ണുനീർ തുള്ളികൾ ദൈവത്തിൻ്റെ വരദാനമാണെന്നും പറയുന്നുണ്ട്. ഇതാണായാലും പെണ്ണായാലും ഉള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ, കരയുന്നത് കണ്ണിൽ ലൂബ്രിക്കേഷൻ ഉണ്ടാക്കും, മനസ്സിനെ ശാന്തമാക്കും. മാത്രമല്ല, സ്വാഭാവികമായിട്ട് നമ്മളെ സ്വാന്തനിപ്പിക്കുകയും ചെയ്യും. ഇപ്പം വലിയ ദുഃഖം വന്നാലും കുറച്ച് നേരം കരയുമ്പം അതങ്ങ് മാറും. അതായത് സ്വാതന്ത്ര്യം നമുക്ക് തന്നെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ കരയുന്നത് ശക്തിയുടെ ലക്ഷണമാണെന്നാണ് പറയുന്നത്, അത് ബലഹീനതയുടെ ലക്ഷണമല്ല. അപ്പോൾ സാധാരണ എല്ലാവരും സ്ത്രീകൾ ബലഹീനരായതുകൊണ്ടായി കരയുന്നതെന്നാണല്ലോ കൂടുതലും പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, നേരെ മറിച്ചാണ്. അതായത് കരയുന്നത് ശക്തിയുടെ ലക്ഷണമാണെന്നാണ് പറയുന്നത്, ശാസ്ത്രങ്ങൾ പറയുന്നത്. പിന്നെ ശരിക്കും സ്ത്രീകൾ കരയുന്നത് അവരെ നിരസിക്കുമ്പോൾ, ഇപ്പോൾ ഒരു സ്ത്രീ ഒരു പ്രണയ അഭ്യർത്ഥനയായിട്ട് ചെല്ലുമ്പോൾ ഒരാൾ നിരസിക്കുകയാണെങ്കിൽ അവർ ശരിക്കും വിഷമത്തോടെ തന്നെ കരയും. അതുപോലെ തന്നെ അവരെ അവഹേളിക്കുകയാണെങ്കിലും സ്ത്രീകൾ കരയും. പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്, സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ തവണ കരയുന്നതെന്നാണ്. സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ തവണ കരയുന്നത്. പിന്നെ മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പോഴും സ്ത്രീകൾ കരയും. പുരുഷന്മാർ അങ്ങനെ മറ്റുള്ളവരുടെ സങ്കടം കണ്ട് കരയുന്നത് കുറവാണ്. പിന്നെ സ്ത്രീകൾക്ക് കരച്ചിൽ വരും എന്ന് മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പോൾ സ്ത്രീകൾക്ക് കരച്ചിൽ വരും എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇത് അവരുടെ മനോദൗർബല്യത്തെയല്ല, മറിച്ച് മറ്റുള്ളവരുടെ സ്ഥാനത്ത് തങ്ങളെ കാണുന്നത്, അതായത് മറ്റുള്ളവരുടെ സ്ഥാനത്ത് അവരവരെ കാണുന്നത് കൊണ്ടാണ് സ്ത്രീകൾക്ക് അങ്ങനെ വരുന്നതെന്നാണ്. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഒരു വിശാലതയാണ് കാണിക്കുന്നത് സ്ത്രീകളുടെ, അല്ലാതെ സ്ത്രീകളുടെ ഒരു ബലഹീനതയായിട്ട് ഒരിക്കലും അതിനെ കരുതണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ശരീരശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ, സ്ത്രീകളുടെ കണ്ണുനീർ കൊണ്ട് പുരുഷന്മാരുടെ ആക്രമണ വാസന കുറയ്ക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വലിയ പ്രശ്നക്കാരനായിട്ട് നിൽക്കുന്ന ഒരാൾ പോലും
ഒരു സ്ത്രീ കരയുന്നത് കണ്ട കുറച്ചെങ്കിലും ഒന്ന് തണുക്കും. അതായത് അവരുടെ ദേഷ്യം കുറെയെങ്കിലും കുറയുമെന്നാണ് ശരീരശാസ്ത്രപരമായിട്ട് പറയുന്നത്. പിന്നെ സ്ത്രീകൾക്ക് ആവശ്യമായ കരച്ചിൽ കൊണ്ട് അവരുടെ സൗന്ദര്യം ഒട്ടും കുറവ് വരുന്നില്ലെന്നാണ് പറയുന്നത്. അവർക്ക് ആ സൗന്ദര്യത്തിന് ഇപ്പോൾ കുറേ കൂടെ നന്മ, അതായത് കുറേ കൂടെ ഭംഗി ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഒരു കരച്ചിലൊക്കെ കഴിയുമ്പോൾ. അല്ലാതെ അവർക്ക് ഒരിക്കലും കരച്ചിൽ കൊണ്ട് അവരുടെ സൗന്ദര്യം കുറയുന്നില്ലെന്നും ശാസ്ത്രം പറയുന്നുണ്ട്. പിന്നെ അവരുടെ സ്ട്രെസ്സും പ്രഷറും ഒക്കെ കുറയുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരെന്നും പറയുന്നുണ്ട്. അത് ഒരു തർക്കവിഷയമൊന്നുമല്ല. പലരും പല രീതിയിലാണ് നമ്മൾ കാണുന്നുണ്ട്. പുരുഷന്മാർ സ്ത്രീകളെ വഞ്ചിക്കുന്നതും സ്ത്രീകൾ പുരുഷന്മാരെ വഞ്ചിക്കുന്നതും എല്ലാം നമ്മൾ ഈ ലോകത്ത് കാണുന്നതാണ്. എന്നാലും പൊതുവേ പറയുന്നത് സ്ത്രീകളാണ് കുറേയധികം വിശ്വസ്തരായിട്ട് കാണുന്നത്. പുരാണങ്ങളിലും ഒക്കെ ഒരുപാട് പിന്നെ സ്ത്രീകളുടെ കഥകൾ പറയുന്നുണ്ട്. അതിപ്പം പിന്നെ പലപ്പോഴും ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ട്, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. നന്ദി, നമസ്കാരം.